ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 193. നമ്മളിന്ന് നോക്കുന്നത് മണ്ഡലം 1 അഷ്ടകം 2 അനുഭാഗം 19 133 അതിലെ ദേവത ഇന്ദ്രനാണ്. ഇന്ദ്രൻ ആരാണെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ആദ്യമായി കാണുന്നവർക്ക് വേണ്ടി ഒന്നുകൂടി പറയുകയാണ്. സയൻസ് ഉണ്ടായാൽ മാത്രം കാര്യം നടക്കില്ല, അതിന് മുമ്പ് വേണം മാനേജ്മെൻറ്റും വേണം. അതുകൊണ്ടാണ് BTech ഉണ്ടായാൽ പോരെ MBA വേണമെന്ന് പറയുന്നത്. സയൻസ് നേരിട്ടൊന്നും ചെയ്യില്ല. നമ്മളിപ്പോൾ ചോറുണ്ടാക്കണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ട്, പക്ഷേ അത് ഒറ്റക്ക് ചെയ്യില്ല. അതിനനുസരിച്ച് സാധനങ്ങളെല്ലാം മുറിച്ച് കൊടുക്കണം. അതേപോലെ ആ പാത്രത്തിൻ്റെ അകത്ത് ഒരു കർമ്മം നടക്കുന്നുണ്ട്, വലിയൊരു ചേഞ്ച് നടക്കുന്നുണ്ട്. അങ്ങനെയാണ് അരിയെല്ലാം ചോറാകുന്നത്, ഇട്ട് കൊടുത്ത സാധനമെല്ലാം സാമ്പാറും എല്ലാം ആകുന്നത്. അപ്പം അവിടെ വലിയ രാസപ്രവർത്തനം, അവിടെ ഒരു സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നുണ്ടെങ്കിലും അവിടെയും ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിവിശേഷമുണ്ട്. ആ ശക്തിവിശേഷത്തെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. ഇപ്പം ലോകത്തിൽ എവിടെ എന്ത് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, പ്രപഞ്ച സൃഷ്ടി നടക്കുന്ന സമയത്തും അതിനെ ഏകോപിപ്പിക്കുന്ന വിശേഷമായിട്ട് ഇന്ദ്രനെ കാണുക. ഇനി നമുക്ക് ഒന്നാമത്തെ മന്ത്രം എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 133 1. ഋഷി പരിച്ഛേവൻ, ദേവത ഇന്ദ്രൻ, ഛന്ദസ് തൃഷ്ടുപ്പ് അനുഷ്ടുപ്പ്, ഗായത്രി ജഗതി. ഉഭേ പുനാമി രോദസി ഹൃദേന ദ്രുഹോ ദഹാമി സമ്മഹീരനേന്ദ്രാം അഭീവളദ്വയത്ര ഹത അമിത്രബൈലസ്ഥ അനം പരിത്കൾഹ അശേരൻ. ഞാൻ ആകാശത്തെയും ഭൂമിയെയും യജ്ഞത്താൽ പവിത്രമാക്കുന്നു. ഇന്ദ്രൻ ദ്രോഹികളെയും അവരുടെ അനുയായികളെയും ചാമ്പലാക്കുന്നു. ശത്രുക്കൾ കൊല്ലപ്പെടുകയും കിടങ്ങുകളിൽ എറിയപ്പെടുകയും ചെയ്യുന്നു. ഞാൻ ആകാശത്തെയും ഭൂമിയെയും യജ്ഞത്താൽ പവിത്രമാക്കുന്നു. ഞാൻ എന്ന് പറയുമ്പോൾ ആരും ആകാം, നമ്മളും ആകാം, അല്ല ഇന്ദ്രനും ആകാം. ഇന്ദ്രനും മഴ പെയ്യിപ്പിക്കുന്നത് ഇന്ദ്രനാണ്. അപ്പം നമ്മൾ ഇത് പറയുന്ന ഋഷികളുമാകാം. അവരെല്ലാം എന്ത് യജ്ഞങ്ങളാണ് ചെയ്യുന്നത്? ഭൂമിയെയും ആകാശത്തെയും എല്ലാം ശുദ്ധമാക്കാനുള്ള നല്ല പ്രവർത്തികളാണ് ചെയ്യുന്നത്. ആകാശത്തെയും ഭൂമിയെയും യജ്ഞത്താൽ പവിത്രമാക്കുന്നു എന്ന് പറഞ്ഞാൽ നല്ല പവിത്രമായ കർമ്മങ്ങൾ നമ്മൾ ഈ ലോകത്തിൽ ചെയ്യുമ്പോൾ ഇന്ദ്രൻ ദ്രോഹികളെയും അവരുടെ സിൽബന്ധികളെയെല്ലാം ചാമ്പലാക്കുന്നു. അപ്പോൾ അവിടെ ഒരു കർമ്മം ചെയ്യുമ്പോൾ എപ്പോഴും എവ്രി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിന് പ്രതിപ്രവർത്തനമുണ്ട്. ആ പ്രതിപ്രവർത്തനത്തെ, ആ എതിർപ്പിനെ മറികടന്ന് വേണം നമ്മൾ ആ യജ്ഞത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ. ആ നയിക്കുന്ന ശക്തി ഇന്ദ്രനായതുകൊണ്ട് ഇന്ദ്രനാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ദ്രോഹികളെ, നമ്മളെ യജ്ഞത്തിന് തടസ്സമായി നിൽക്കുന്നവരെയെല്ലാം, അതിൻ്റെ കൂടെ ആരെല്ലാം ഉണ്ട്, എന്തെല്ലാം ശക്തികൾ തടസ്സമായി നിൽക്കുന്നുണ്ട്, അതിനെയെല്ലാം തട്ടിമാറ്റിയിട്ട് അവരെയെല്ലാം കൊല്ലുക എന്ന് പറഞ്ഞാൽ ആ ശത്രുത ഇല്ലാതാക്കുക. കിടങ്ങുകളിൽ എറിയുന്നു എന്നാണ്, എടുത്ത് ദൂരക്കളയും. ആ ശത്രുതയെല്ലാം ഇല്ലാതാക്കുക. നമ്മളിപ്പോൾ ഒരു കല്ല് പൊട്ടിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു എതിർപ്പുണ്ട്, കല്ല് സമ്മതിച്ചു തരൂല പൊട്ടിക്കാൻ. അതിൻ്റെ അകത്തുനിന്ന് ഒരു റിയാക്ഷനുണ്ട്. ആ റിയാക്ഷനെ മറികടന്നിട്ടാണ് നമ്മൾ ശക്തി ഉപയോഗിച്ചിട്ട് പൊട്ടിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ആറ്റോമിക് സ്ട്രക്ചറൽ ചേഞ്ച് നടക്കുന്നുണ്ട്. ആ ചേഞ്ചിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ. ഇനി 2 എന്താണ് പറയുന്നത് നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 133 2. അഭിവിൾഗ്വാ ചിദദ്രിവ ശീർഷ യാതുമദീനാം ചിന്തിവടുരിണ പദാമഹാവടുരിണ പദാ. ശത്രുസേനകളെ ഇന്ദ്രൻ്റെ ആനകളുടെ കാലടികളിലിട്ട് ചവിട്ടി മതിക്കുന്നു.
ഇവിടെ വജ്രായുധനായ ഇന്ദ്രനോട് പറയാം. എന്തുകൊണ്ടാണ് ഇന്ദ്രന് വജ്രായുധം കൊടുത്തിരിക്കുന്നത്? വജ്രായുധം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹാർഡായ സബ്സ്റ്റൻസ് ആണ്. അതുകൊണ്ട് എന്തിനേയും മുറിക്കാം, ഒരുമാതിരി എല്ലാത്തിനെയും മുറിക്കാം, ഹാർഡായത് കൊണ്ട്. അപ്പോൾ ഇന്ദ്രനെ അതിൻ്റെ അകത്ത് മുറിച്ച് ഏതൊരു പ്രവൃത്തി നടക്കുമ്പോഴും മുറിക്കലും തറിക്കലുമാണ്. നമ്മളിപ്പം അരി ചോറാക്കുമ്പോഴും അതിൻ്റെ അകത്ത് ഇൻറ്റേർണൽ സ്ട്രക്ചർ വരുത്തുന്നുണ്ട്. അതിനെ മുറിച്ച് തറച്ച് അതിൻ്റെ ഘടനയിൽ മാറ്റം വരുത്തുന്നുണ്ട്. അപ്പോൾ ആ ഇന്ദ്രൻ്റെ കയ്യിൽ ഒരു ആയുധം വേണമല്ലോ, മുറിക്കാൻ തറിക്കാൻ. നമുക്ക് അടുക്കളയിൽ കയറുമ്പോഴും നമ്മളും മുറിക്കുകയും തറക്കുകയും എല്ലാം ചെയ്തിട്ട് തന്നെയാണല്ലോ കറികൾ ഉണ്ടാക്കുന്നത്. മുറിക്കലും തറിക്കലും എല്ലാം തന്നെയാണ്. അപ്പം നമുക്കൊരു കത്തി ഉണ്ടാവില്ല, അതുവരെ ഇന്ദ്രനും വേണമല്ലോ. അപ്പോൾ എല്ലാ കർമ്മവും ചെയ്യുന്ന ഇന്ദ്രൻ എന്ത് വേണം? നല്ല ശക്തിയുള്ള വജ്രായുധം തന്നെ വേണം. അങ്ങനെ വജ്രായുധം ധരിച്ചു വരുന്ന ഇന്ദ്രനോട് പറയാണ്, ശത്രുക്കളെയെല്ലാം, അതായത് യജ്ഞത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ ശത്രുക്കളെയും നിന്റെ ആനയുടെ കാലിനടിയിലിട്ട് ചവിട്ടി നിരിക്കുക. ആനപ്പുറത്താണ് ഇന്ദ്രൻ വരുന്നത്. ആന എന്താണ്? ബലമാണ്, ശക്തിയാണ്. അതുകൊണ്ടാണ് ആനേനെ പറഞ്ഞിരിക്കുന്നത്. ശക്തി എന്തിനെയും ഇടിച്ച് എന്താക്കാനുള്ള ശക്തിയുണ്ട്. അപ്പോൾ അതിൻ്റെ ആനപ്പുറത്തിരുന്ന് ആനൻ്റെ കാലിൻ്റെ അടിയിലിരുന്നിട്ട് ശത്രുക്കളെയെല്ലാം കാലിൻ്റെ അടിയിലാക്കിയിട്ട് ശത്രുക്കളെയെല്ലാം നശിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. അതായത് ഏത് കർമ്മം ചെയ്യുമ്പോഴും അവിടെ ഒരു പ്രതിപ്രവർത്തനമുണ്ട്, അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ ഉണ്ട്. അതിനെ തട്ടി മാറ്റിയിട്ടാണ്, അത് എത്ര വലുതായാലും അതിനെ തട്ടി മാറ്റിയിട്ടാണ് ഇന്ദ്രൻ യജ്ഞം പൂർത്തീകരിക്കുന്നത്. ഇനി 3 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 133 അവാസാം മഖവൻ ജഹീശർദ്ധോ യാതുമദീനാം വൈലസ്ഥാനകേ അർമ്മകേ മഹാവൈലസ്ഥേ അർമ്മമേ. ഇന്ദ്രൻ ശത്രുക്കളുടെ ശക്തി നശിപ്പിക്കുന്നു, അവരെ ചവിട്ടിയരച്ച് ആഴമുള്ള കിടങ്ങുകളിൽ എറിയുന്നു. ഇവിടെയും ഇന്ദ്രനോട് പറയുകയാണ്, നീ ശത്രുക്കളെയെല്ലാം നിന്റെ ശക്തി ഉപയോഗിച്ച് നശിപ്പിക്കുക, എന്നിട്ട് ചവിട്ടി അരച്ചിട്ട് അവരെ കിടങ്ങുകൾക്ക് അപ്പുറം എറിഞ്ഞേക്കുക. നമ്മളിവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഏത് പ്രവർത്തനം നടക്കുമ്പോഴും അതിൻ്റെ അകത്ത്, ആ സിസ്റ്റത്തിൻ്റെ അകത്ത് ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തി ഇന്ദ്രനാണ്. ഇന്ദ്രൻ്റെ ജോലി എന്താണ്? ഏത് കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്നിനെ വേറൊന്നാക്കി കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നിനെ വേറൊന്നാക്കി മാറ്റുക. ഇപ്പം കിളക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്? മണ്ണ് സോഫ്റ്റ് ആക്കുക, ഉറച്ച മണ്ണിന്. അപ്പം ഏതിലും എന്തുണ്ട്? ഒരു എതിർപ്പുണ്ട്. ആ എതിർപ്പിനെ, ഏതൊരു കർമ്മത്തിലും എന്തുണ്ട്? ഒരു മാറ്റം വരുത്തുന്നുണ്ട്. ആ മാറ്റം വരുത്തുമ്പോൾ ന്യൂട്ടൻ്റെ 3rd ലോ പ്രകാരം അതിനൊരു എതിർപ്പുണ്ട്. ആ എതിർപ്പിനെ ഇല്ലാതാക്കുക എന്നതാണ് ഇന്ദ്രൻ്റെ ജോലി. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ശത്രുക്കളെയെല്ലാം അരച്ചിട്ട് ദൂരെ അങ്ങ് എറിഞ്ഞേക്കണം. ഇനി 4 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 133 യാസാം തൃസ്സ പഞ്ചാശതോ ദിവാ ലംഘൈരപാവപ തത്സുതേ മാനായതി തകസ്സുതേ മനായതി. ഇന്ദ്രൻ ശത്രുക്കളുടെ 150 പടയെ സംഹരിച്ചു. അത് വളരെ മഹത്തായ കർമ്മം തന്നെ. ഇന്ദ്രന് ഇത് വളരെ നിസ്സാരമാണ്. ഇന്ദ്രനോട് പറയുകയാണ്, നീ ശത്രുക്കളുടെ ഒരു 150 പടയെ സംഹരിച്ചവനാണല്ലോ. 150 പടയെ സംഹരിച്ചു എന്ന് പറഞ്ഞാൽ എത്രയോ ശത്രുക്കളെ ഒരേ സമയം നേരിടാനുള്ള കഴിവ് ഇന്ദ്രനുണ്ട്. ഇന്ദ്രനെ ഒറ്റയൊന്നായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഇവിടെ ചോറ് വെക്കുമ്പോൾ ഇന്ദ്രനാണ് സഹായിക്കുന്നത്, അമേരിക്കയിൽ ചോറ് വെക്കുമ്പോൾ ഇന്ദ്രൻ അപ്പം അവിടെ എത്തും. അപ്പം ഇന്ദ്രൻ ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് നാട്ടിൽ എന്തെല്ലാം യജ്ഞങ്ങൾ നടക്കുമ്പോൾ അവിടെ 100 കണക്കിന് ശത്രുക്കളാണുള്ളത്, തടസ്സങ്ങളാണുള്ളത്. കല്ല് പൊട്ടിക്കുമ്പോഴുള്ള ശത്രുതയല്ല ഒരു പഴം മുറിക്കുമ്പോഴുള്ള. പഴം മുറിക്കുമ്പോൾ തടസ്സം കുറച്ചാണ്, ചെറിയ ബലം ഉപയോഗിച്ചാൽ മതി പഴത്തെ മുറിക്കാം. എന്നാൽ ഒരു കല്ല് പൊട്ടിക്കണ്ടിക്കലോ. അപ്പം പലതരം യജ്ഞങ്ങളാണ് ഇന്ദ്രൻ ചെയ്യുന്നത്. അപ്പം 100 കണക്കിന് 150 പടയെ സംഹരിച്ചവനാണല്ലോ.
നിന്റെ കർമ്മം അത്തരത്തിൽ മഹത്വപൂർണമാണ്. ഇതെല്ലാം നിനക്ക് വളരെ നിസ്സാരമാണ്. ഏത് കർമ്മവും ഇന്ദ്രൻ ചെയ്യും. പക്ഷെ എന്തിന് ചെയ്താൽ മതി? നമ്മൾ സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നിസ്സാരമായിട്ട് ഇന്ദ്രൻ അത് ചെയ്തു തരും. ഇനി അഞ്ചാമത്തെ ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 133 5. പിശംഗപൃഷ്ടിം അംഭൃണം പിശാചമിന്ദ്രം സംഹൃണ സർവം രക്ഷോ നിബർഹയാ. ക്രോധത്താൽ രക്തവർണ്ണങ്ങളായി തീർന്ന ദുഷ്ടപിശാചുക്കളെ നശിപ്പിക്കാനും എല്ലാ രാക്ഷസന്മാരെയും സംഹരിക്കാനും ഇന്ദ്രനോട് അഭ്യർത്ഥിക്കുന്നു. ഇന്ദ്രനോട് പറയുകയാണ്, ക്രോധത്താൽ രക്തവർണ്ണമായി തീർന്ന നല്ല ചുവപ്പ് നിറയലായിത്തീരും ആര്? ശത്രുക്കൾ ദേഷ്യം പിടിച്ചിട്ട്. അവരെയെല്ലാം നീ ആ പിശാചുക്കളെയെല്ലാം നശിപ്പിക്കൂ. എല്ലാ രാക്ഷസന്മാരെയും സംഹരിക്കണേ. ചിലപ്പോഴിങ്ങനെ ചുവന്നു വരും. ഉദാഹരണമായിട്ട് എവിടെയാണ് ചുവന്നു വരുന്നത്? ഇപ്പം ഇരുമ്പിനെയെല്ലാം നമ്മൾ അടിച്ചു പരത്തേണ്ടിക്ക് ആദ്യം ചുട്ടു പഴുപ്പിക്കുമ്പോൾ ആ ഇരുമ്പെല്ലാം ഇങ്ങനെ ചുവന്ന നിറായി മാറും. അതെന്തുകൊണ്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള എതിർപ്പാണ്. രാക്ഷസന്മാരാണ് പിശാചുക്കൾ. അതിന് എതിർക്കുന്ന ശക്തികളാണ് ഇങ്ങനെ ചുമന്നു വരുന്നതെന്ന്. അപ്പം അവരെയെല്ലാം നീ നശിപ്പിച്ചിട്ട് ആ രാക്ഷസന്മാരെയെല്ലാം നീ നശിപ്പിക്കണേ. എന്ത് യജ്ഞം ചെയ്യുമ്പോഴും ചൂടാവും. നമുക്കറിയാമല്ലോ, ഏത് മെഷീനും വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ചൂടാവും. അതാണ് റെസിസ്റ്റൻസ് എന്നെല്ലാം പറയുന്നത്. ഒരു വൈദ്യുതി കടന്നു പോകുമ്പോൾ ആ കമ്പി അതിനെ എതിർക്കും. എവ്രി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. ആ എതിർപ്പ് കൊണ്ട് ആ ഏറ്റുമുട്ടലിലൂടെയാണ് ഉപകരണങ്ങളെല്ലാം ചൂടാകുന്നത്. ചിലതെല്ലാം തിളച്ചു മറിയും. പലതരത്തിലാണ്. പടക്കയിലാണെങ്കിൽ പൊട്ടിത്തെറിക്കും. അപ്പോൾ അത് ശത്രുക്കൾ ചുവന്ന വർണ്ണമായി മാറുകയാണ്. ആ പിശാചുക്കളെയെല്ലാം നീ നശിപ്പിക്കുക. അങ്ങനെ നല്ല ചുട്ടു വഴുക്കുമ്പോഴാണ് ശത്രുക്കളെല്ലാം ഇല്ലാതാകുന്നത്. ചിലതെല്ലാം ഇരുമ്പെല്ലാം നല്ലോണം ചൂടാക്കണം. അപ്പോഴേ നമുക്കതിനെ അടിച്ചു പരത്താൻ പറ്റുള്ളൂ. ഇനി 6 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 133 6. അവർമഹ ഇന്ദ്രാദാദൃഹി ശ്രുധീന ശുശോച ഹിത്യക്ഷോ ന ഭീഷാമദ്രിവോ കൃണാന്ന ഭീഷാമദ്രിവഃ ശുഷ്മിന്ദമോഹി ശുഷ്മിഭിർ വധൈരുഗ്രേഭിരീയസേ അപൂരുഷഘ്നോ അപ്രതീതശൂര സത്യഭിസ്ത്രിഭിः സപ്തൈ ശൂര സത്വഭിः. ഇന്ദ്രൻ ഭീകരരൂപരായ ദൈത്യന്മാരെ നശിപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളെ ശ്രവിക്കണമേ. ദീപ്തമായ അഗ്നിയെ ഭയപ്പെടുന്നത് പോലെ ഇന്ദ്രനോടുള്ള ഭയത്താൽ ശത്രുക്കൾ ഞെട്ടിവിറയ്ക്കുന്നു. ഇന്ദ്രൻ ശത്രുക്കളുമായി യുദ്ധം ചെയ്യാൻ പോവുകയാണ്. വീരനായ ഇന്ദ്രൻ ആരാലും അമർത്തപ്പെടാത്തവനും അതുപോലെ യജമാനന്മാരെ പീഡിപ്പിക്കുവാൻ അനുവദിക്കാത്തവനും ആണ്. ഇവിടെയും വജ്രായുധ എന്ന് പറഞ്ഞുകൊണ്ടാണ് നീ ഭീകരരൂപമായ ആ അസുരന്മാരെ വെട്ടി നിരത്തുക എന്ന് പറയുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥനകളെ ശ്രമിക്കണേ. ഞങ്ങൾക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. നമ്മളൊരു ചോറ് വെക്കുമ്പോൾ വെള്ളവും അരിയെല്ലാം ഇട്ട് അടിയിൽ തീയും കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ വെട്ടി തിളക്കുന്നത് കാണാം. അവിടെ ഒരു വലിയ യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധം ഇന്ദ്രനാണ് നയിക്കുന്നത്. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടിയിട്ട്. ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിച്ചിട്ട് നമ്മളെന്ത് ചെയ്യും? അരിയും വെള്ളവും എല്ലാം പാത്രത്തിലാക്കി അടിയിൽ അഗ്നി ഇട്ട് കൊടുത്തിട്ട് ഇന്ദ്രനോട് പറയും, ഇന്ന ശാസ്ത്രതത്വപ്രകാരം നീ ഇനി ഒന്ന് ചോറാക്കിത്താന്ന്. സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ദ്രൻ അത് കേട്ടിട്ട് ചെയ്യും. അപ്പം നമ്മളെ പ്രാർത്ഥന കേട്ടിട്ടാണ് ഇന്ദ്രൻ അത് ചെയ്യുന്നത് എന്ന് പറയുകയാണ്. ജ്വലിക്കുന്ന അഗ്നിയെ എല്ലാവരും ഭയക്കുന്നത് പോലെ, കത്തിജ്വലിക്കുന്ന അഗ്നിയെ എല്ലാവർക്കും പേടിക്കുന്നത് പോലെ ശത്രുക്കളും നിന്നെ കാണുമ്പോൾ ഞെട്ടി വിറക്കട്ടെ. അതായത് ആ യജ്ഞത്തിന് തടസ്സമായി നിൽക്കുന്ന ശത്രുക്കൾ നിന്നെ കാണുമ്പോൾ നിന്നെ കാണുമ്പോൾ ഞെട്ടി വിറക്കട്ടെ.
നീ ശത്രുക്കളായിട്ട് യുദ്ധം ചെയ്യുവാൻ പോവുകയാണല്ലോ. എല്ലാ പ്രവർത്തനത്തിലും അവിടെ ഒരു ഏറ്റുമുട്ടലുണ്ട്. എല്ലാത്തിലും ഏറ്റുമുട്ടലിലൂടെയാണ്. അതായത് എവ്രി ആക്ഷൻ ദർ ഈസ് ഈക്വൽ. അത് ന്യൂട്ടന്റെ 3rd ലോ ആണ് അവിടെ പറയുന്നത്. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ഒരു എതിർപ്പുണ്ടാവും. എതിർപ്പില്ലാതെ ഒരു കർമ്മവുമില്ല. എവ്രി ആക്ഷൻ ദർ ഈസ്. അപ്പോൾ ഇന്ദ്രനാണ് അത് നയിക്കുന്നതെങ്കിൽ ഇന്ദ്രൻ ആ എതിർപ്പിനെയാണ് നേരിടാൻ പോകുന്നത്, എതിർക്കുന്ന ശക്തിയെ. അതിനാണ് അസുരൻ എന്ന് പറയുന്നത്. നീ യുദ്ധം ചെയ്യുവാൻ പോവുകയാണല്ലോ അവരോട്. വീരനായ നിന്നെ ആർക്കും അടിച്ചമർത്താൻ പറ്റില്ല, നിന്നെ കീഴ്പ്പെടുത്താൻ ആർക്കും പറ്റില്ല, നീ അത്രയും വീരനാണ്. അതുപോലെ യജമാനനെ പീഡിപ്പിക്കുന്നവരെ നീ എന്ത് ചെയ്യും? അതിനെ പീഡിപ്പിക്കാനൊന്നും യജമാനനെ പീഡിപ്പിക്കാൻ അനുവദിക്കില്ല. യഥാർത്ഥത്തിൽ യജമാനനാണ് കർമ്മം ചെയ്യുന്നത്. അയാൾക്ക് വേണ്ടിയാണ് ഇന്ദ്രൻ ഈ കർമ്മമെല്ലാം ഏറ്റെടുക്കുന്നത്. ഇനി 7 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 133 7 വനോദിഹി സുന്വൻക്ഷയം പരീഷസ്വ സുന്വാനോഹി ക്ഷ്മാ യജത്യവതിഷോ ദേവാനാമവദ്ദിഷാം സുന്വാന ഇത്സിഷാസതി സഹസ്രാ വാജ്യവൃതഃ സുന്വാനായേന്ദ്രോ ദദാത്യഭുവം രയീം ദദാത്യാഭുവം. സോമം പിഴിയുന്ന യജമാനൻ ഗൃഹസ്വാമിയും ദേവതകളുടെ ശത്രുക്കളെ തുരത്തി ഓടിക്കുന്നവനുമാണ്. അവൻ അജയനായി ആയിരക്കണക്കിന് സമ്പത്തുകൾ ആഗ്രഹിക്കുന്നു. ഇന്ദ്രൻ അവന് പര്യാപ്തമായ ധനം നൽകുന്നു. സോമം പിഴിയുന്ന യജമാനനും ഗൃഹസ്ഥന്മാരും ആരാണ് ഗൃഹത്തിൽ ആരാണോ വർക്ക് ചെയ്യുന്നത് സോമം പിഴിയുക. സോമം പിഴിയുക എന്നാൽ ശുദ്ധമാക്കുക. നമ്മൾ അരിയും എന്താണ് പിഴിഞ്ഞിട്ട്, ഒരു തരം പിഴിയൽ തന്നെയാണ്. അരി വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് അതിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞിട്ട് ശുദ്ധമാക്കുക. ഈ ശുദ്ധമാക്കുന്നതിനാണ് ആദ്യം എന്തും ശുദ്ധമാക്കിയിട്ടല്ലേ നമ്മൾ യജ്ഞത്തിലേക്ക് ഇടും. അപ്പം അതിനായി പിഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇന്ദ്രന് കൊടുക്കുന്നത്. അപ്പം പിഴിയുന്ന യജമാനനായാലും ഗൃഹസ്ഥനായാലും എല്ലാ ദേവതകളുടെയും ശത്രുക്കളെ നീ തുരത്തി ഓടിക്കുന്നവനാകുന്നു. അങ്ങനെ ആ സാധനങ്ങൾ അതിൻ്റെ അകത്ത് ഇടുമ്പോൾ അതിനാരെങ്കിലും തടസ്സമായി നിൽക്കുന്നവരെയെല്ലാം നീ ഓടിക്കും. ദേവതകൾ എന്ന് പറഞ്ഞാൽ ഈ കൊടുക്കുന്ന വസ്തുക്കൾ. സോമം ദേവതയാണ്, അരി ദേവതയാണ്, വെള്ളം ദേവതയാണ്. അതിന് ചോറായി മാറണം. അതിന് തടസ്സമായി നിൽക്കുന്ന ശത്രുക്കളെ അത് ഓടിക്കും. അവൻ എന്താണ് ആഗ്രഹിക്കുന്നത്? എല്ലാ കാര്യത്തിലും ജയിച്ച് യജമാനൻ എല്ലാ കാര്യത്തിലും ജയിച്ചിട്ട് ആയിരക്കണക്ക് സമ്പത്തുകൾ ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാം യജ്ഞം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? പണം നേടാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. അതാണ് പണം നേടുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം ഇന്ദ്രൻ എന്ത് ചെയ്യുന്നു? അവന് പര്യാപ്തമായ, അവന് യോജിച്ച, ആ യജ്ഞത്തിന് യോജിച്ച ധനം അവന് നൽകുന്നു. എത്രയാണോ അവന് ഇപ്പം നമ്മൾ 1 കിലോ അരിയിട്ട് ഒരു ചാക്ക് അരി ഇട്ടിട്ട് കച്ചവടം നടത്തിയാണെങ്കിൽ അതിൻ്റെ ധനം തരും ഇന്ദ്രൻ ചോറാക്കിയിട്ട്. 2 ചാക്ക് അരി ഇട്ടിട്ട് കച്ചവടം നടത്തിയാണെങ്കിൽ അതിനുള്ള ധനം നേടിത്തരും. അപ്പോൾ അവന് യോജിച്ച, അവൻ്റെ യജ്ഞത്തിന് യോജിച്ച ഫലം, ധനം ഇന്ദ്രൻ നൽകും.